അങ്ങനെ 4 പതിറ്റാണ്ടിന് ശേഷം ജനങ്ങൾ ആവേശത്തോടെ വിധിയെഴുതിയ ഒരു വോട്ടെടുപ്പ് ദിനമാണ് ഇന്നലെ കടന്നുപോയത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതിയപ്പോൾ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പോസ്റ്റൽ ഹോം വോട്ട് ഒഴികെയുള്ള അവസാന പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് നിരക്കാണിതെന്ന പ്രത്യേകതയുമുണ്ട്. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന അനുകൂലമാകുമെന്ന അവകാശവാദത്തിലാണ് മുന്നണികൾ. 85 സീറ്റിന് മുകളിൽ നേടി അധികാരത്തിലെത്തുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. 83 വരെ സീറ്റുകൾ കിട്ടുമെന്ന് LDFും പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞത് 3 സീറ്റിലെ വിജയമാണ് BJPയുടെ അവകാശവാദത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കനത്ത പോളിംഗ് എന്നൊക്കെ പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചത്, അപ്പോൾ അതിൽ എത്രത്തോളം വ്യത്യാസം ഇത്തവണ ഉണ്ടായി, എത്രത്തോളം അധികം വോട്ടിംഗ് ശതമാനം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് വിശദമായി പരിശോധിക്കുകയാണ്. അതായത് 2026ലെയും 2021ലെയും പോളിംഗ് ശതമാനത്തിലൊരു താരതമ്യത്തിലേക്ക് ജില്ലകൾ തിരിച്ചുകൊണ്ടെന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് പരിശോധിച്ച് വരാം. വിനിഷ അവിടെ വിവരങ്ങൾ നൽകും. വിനിഷ, അപ്പോൾ ഈ കണക്കുകൾ നമുക്കൊന്ന് പ്രേക്ഷകർക്കായി താരതമ്യം ചെയ്യാം. ഒരു ഉയർന്ന പോളിംഗ് 4 പതിറ്റാണ്ടിന് ശേഷമുള്ള പോളിംഗ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യത്യാസം എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നൊന്ന് ആദ്യം പരിശോധിച്ച ശേഷം നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് വരാം. യെസ് ജിൽസി, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും കനത്ത പോളിംഗ് തന്നെയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മികച്ച പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തെ പോളിംഗിൽ ഉണ്ടായത്. ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1987 ശേഷം ഉണ്ടായ റെക്കോർഡ് പോളിംഗ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഇനി പോസ്റ്റൽ വോട്ടുകളുടെ കണക്ക്, ഹോം വോട്ടുകളുടെ ഒക്കെ കണക്ക് വരാനുണ്ട്. ഔദ്യോഗികമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വരാനുണ്ട്. പക്ഷേ ലഭ്യമായ കണക്കുകൾ പ്രകാരം ചരിത്രം തിരുത്തി കുറിക്കുന്ന തരത്തിലുള്ള പോളിംഗ് ശതമാനമാണ് കേരളത്തിൽ ഇന്നലെ പോളിംഗ് ഡേയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ജില്ല തിരിച്ചുള്ള, നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ 2021 2026ലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലാണ് ആ ശതമാന കണക്ക് വർദ്ധിച്ചത്, കുറഞ്ഞത് എന്നുള്ള കണക്കുകൾ കൂടി നോക്കി വരാം. നേരെ പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 77.41% പോളിംഗ് ആണ്. മുന്നത്തെ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത് 79.9%. വ്യത്യാസം വരുന്നത് 2.49%. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ മത്സരങ്ങൾ നടന്ന ജില്ലയാണ് ആലപ്പുഴ. പലവിധ വിഷയങ്ങൾ, മുന്നണി മാറ്റം, ആറന്മുളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ. അപ്പോൾ ആറന്മുളയായാലും കായംകുളത്തായാലും അമ്പലപ്പുഴയിലായാലും ഏത് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്ന് തന്നെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ആരെ തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രവചനാതീതമാണ്. ഓരോ ജില്ലയിലെ കണക്കുകൾ നോക്കുമ്പോഴും അതായ രീതിയിൽ തന്നെയാണ്, പ്രവചനാതീതം തന്നെയാണ് കാര്യങ്ങൾ. പ്രവചനാതീതമായി നിൽക്കുമ്പോഴും വോട്ടർമാർ വലിയ രീതിയിൽ തന്നെ ഇന്നലത്തെ വോട്ടിങ്ങിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ കുറവ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറവ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ലകളിൽ ഒന്നുകൂടിയാണ് ആലപ്പുഴ. അടുത്ത ജില്ല നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്തും കുറവ് ശതമാനം വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 0.54% മാത്രമേ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് തുടക്കം മുതൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണിക്ക് ഔദ്യോഗികമായി പോളിംഗ് അവസാനിപ്പിക്കുന്ന ആ ഒരു സമയം വരെ കൃത്യമായി എല്ലാ മണ്ഡലത്തിലെയും എല്ലാ പോളിംഗ് ബൂത്തുകളിലും സജീവമായിരുന്നു വോട്ടർമാർ. എറണാകുളം ജില്ലയായിരുന്നു ഇന്നലെ ജില്ലാ കണക്കുകൾ പ്രകാരം മുന്നിട്ട് നിന്നുകൊണ്ടിരുന്നത് പോളിംഗ് ശതമാനത്തിൽ. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കനത്ത പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ, അതായത് സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടമാണ് നടന്നത്. ആ ഒരു പോരാട്ടത്തിന്റെ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എഫക്റ്റ് അത് മൊത്തമായിട്ട് പ്രതിഫലിക്കുന്ന രീതിയിലായിരുന്നു പോളിംഗ് ശതമാന കണക്കുകളും. എറണാകുളം ജില്ലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 79.56%. 2026 കണക്ക്. 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80.1% 2021 കണക്ക്. വ്യത്യാസം വരുന്നത് 0.54%. ആലപ്പുഴ നമ്മൾ കണ്ടു, എറണാകുളം ആ രീതിയിലാണ്. ഇനി വരുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല മുന്നേറ്റം എന്ന് പറയുന്നത് 5%-ലേറെ ഉയർന്ന പോളിംഗ് നിരക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ രേഖപ്പെടുത്തിയത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മലയോര മേഖലയും മാറ്റത്തിന് വേണ്ടി ചിന്തിച്ചു തുടങ്ങിയോ, അല്ലെങ്കിൽ മാറ്റത്തിനൊപ്പം നിൽക്കുന്നോ എന്ന് കൂടെ കരുതേണ്ടിയിരിക്കുന്നു. പല ഘടകങ്ങൾ ഈ
പോളിംഗ് ശതമാനം വർധനവിൽ ഉണ്ടായിട്ടുണ്ട്. SIR ഒരു പ്രധാന കാരണമാണ്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ തന്നെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വോട്ടിങ്ങിനോട് ഇടപെടൽ ആ രീതിയിൽ തന്നെ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു ജനത എന്ന നിലയ്ക്കാണ് ഇന്നലെ കേരള ജനതയെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇടുക്കിയിലെ കണക്കുകളിലേക്ക് പോയാൽ 77.14% 2026 രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 കണക്കിലേക്ക് പോയാൽ 71%. അവിടെ ഡിഫറൻസ് വരുന്നത് 5.24 എന്ന വലിയ വ്യത്യാസമാണ്. അത് ആരെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇരു മുന്നണികളും NDAയും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും, അതല്ലെങ്കിൽ കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ NDAയ്ക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ വരുന്നത്. നമ്മൾ നേരെ പോകുന്നത് അടുത്ത ജില്ലയായ കണ്ണൂരിലേക്കാണ്. കണ്ണൂർ കഴിഞ്ഞ വരെയുള്ള ഇലക്ഷനുകളിൽ കണ്ണൂരിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് LDFന്റെ ഒരു കോട്ട എന്നുള്ള രീതിയിൽ മുദ്ര കുത്തപ്പെട്ട ഒരു രീതിയിലായിരുന്നു LDFന്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷേ ഇത്തവണ കണ്ണൂരിൽ പല മണ്ഡലങ്ങളും വിമതസ്വരം കേട്ട മണ്ഡലങ്ങളാണ്. ആ വിമതസ്വരം കേട്ട മണ്ഡലങ്ങളിൽ തളിപ്പറമ്പായാലും പയ്യന്നൂരിലായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മട്ടന്നൂരിലാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത്. അപ്പോൾ മട്ടന്നൂരിലായാലും ധർമ്മടത്തായാലും കല്യാശ്ശേരിയിലായാലും വലിയ രീതിയിലുള്ള അമിത പ്രതീക്ഷ അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം വെക്കുന്നുണ്ട് LDF. അപ്പോൾ പോലും കണ്ണൂരിൽ പല മണ്ഡലങ്ങളും തിരിച്ചു പോകുമോ അല്ലെങ്കിൽ കൈവിടേണ്ടി വരുമോ എന്നൊരു ആശങ്കയും LDFന് നിലനിൽക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് കണ്ണൂരിൽ UDF ഉള്ളതും. അപ്പോൾ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 78.6% 2026 രേഖപ്പെടുത്തിയ കണ്ണൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. 77% 2021 77.67% 2021 പോളിംഗ് എന്ന് പറയുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് 0.93%. അതും വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്ന വ്യത്യാസം തന്നെയാണ്. ഇടുക്കിയുടെ കണക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 0.93% എന്ന് പറയുന്നത് ചെറിയൊരു കണക്കല്ല ജിൽസി. കാരണം കണ്ണൂരെ സംബന്ധിച്ച് കണ്ണൂർ ഒരു ഇടതുകോട്ട എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു പോരുന്ന അല്ലെങ്കിൽ LDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് കണ്ണൂർ ജില്ലയുടെ ഈ ഒരു പെർഫോമൻസ് ഇനി റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ആര് വിജയിക്കുന്നോ അവരായിരിക്കും ഇനി അധികാരത്തിൽ വരിക, ഭരിക്കാൻ പോകുക എന്നുള്ളൊരു കണക്കുകൂട്ടലാണ്, വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതിൽ നിർണായകമാകുന്നത് കണ്ണൂർ പോലെയുള്ള ജില്ലയിലെ പ്രാതിനിധ്യം തന്നെയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് വ്യത്യാസം അത് ആരെ തുണയ്ക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ നേരെ പോകുന്നത് കാസർഗോഡ് ജില്ലയിലേക്കാണ്. കാസർഗോഡ് ജില്ലയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണത്തെ പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ 79.03% 2026 കണക്ക്. 2021 പോയാൽ 77.34 എന്ന കണക്കിലേക്ക് എത്തുമ്പോൾ വ്യത്യാസം വരുന്നത് 1.69% കണ്ണൂർ ജില്ലയിലുള്ള വ്യത്യാസം വരുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ 1.69% വ്യത്യാസം. കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിൽ പലയിടത്തും വലിയ രീതിയിലുള്ള മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് എന്ന കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ രാവിലെ 7 മണി മുതൽ മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ മന്ദഗതിയിലാണ്, ഒരു മെല്ലപ്പോക്കാണ് പല മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കുന്നതിൻ്റെ കാര്യത്തിലുള്ള പരാതികൾ വന്നിരുന്നു. പല മണ്ഡലങ്ങളിലും ഈ പോളിംഗ് സമയം കഴിഞ്ഞതിന് ശേഷം 6 മണി കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ ഒരു നീണ്ട നിര നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം വരുന്ന ഒരു കണക്കാണ് 79.03 എന്ന് പറയുന്നത്. താരതമ്യേന നല്ല കണക്ക് തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നേരെ പോകുന്നത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ചെങ്കോട്ടയാണ്, ഇടതിൻ്റെ കോട്ടയാണ് എന്ന സ്ഥിരമായി LDF കണക്ക് കൂട്ടുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. അവിടുത്തെ 5 മണ്ഡലങ്ങളിൽ ഏത് രീതിയിലാണ് പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന കണക്കുകൾ പ്രകാരം 76.87% 2026 കണക്ക്. 2021 പോയാൽ 75.23 എന്നൊരു ഫിഗറിലേക്കാണ് നമ്മൾ എത്തുന്നത്. വ്യത്യാസം വരുന്നത് 1.64%. അപ്പോൾ കൊല്ലം ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന വലിയ ചോദ്യമാണ്. അടുത്ത ഭരണത്തിലെത്താൻ പോകുന്ന മുന്നണിക്ക് വലിയ പ്രാതിനിധ്യം നൽകുന്ന ജില്ല കൂടിയായി മാറുകയാണ് കൊല്ലത്തെ കണക്കുകൾ. ആ രീതിയിൽ തന്നെയുള്ള ഒരു സൂചന കൂടി നമുക്ക് നൽകുന്നുണ്ട്. കോട്ടയത്ത് പക്ഷേ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ 74.32% 2026 പോളിംഗ് ശതമാനം. 76.6% 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ആകെ പോൾ ചെയ്തത്. വ്യത്യാസം എന്ന് പറയുന്നത് 2.28. ആ ഒരു വ്യത്യാസത്തിലേക്ക് കോട്ടയം ജില്ല വരുമ്പോൾ ഏകദേശം 3 ജില്ലയിലാണ് ഇത്തരത്തിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത്. കോട്ടയത്തും
ഇടുക്കിയിലും ഒപ്പം ആലപ്പുഴ ജില്ലയിലും നിലവിലത്തെ കണക്കുകൾ പ്രകാരം വോട്ടിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്ത ജില്ല നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയാണ് നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തിലേറെ കാലമായി നിയമസഭയിലേക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാളെ പറഞ്ഞയക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയ ഒരു ജില്ല കൂടിയാണ്. 13 മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അപ്പോൾ 13 മണ്ഡലങ്ങളിൽ ആര് ഇനി ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ, വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ മുന്നണികൾ വെക്കുമ്പോൾ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 81.32% കോഴിക്കോട് 2026 പോൾ ചെയ്യപ്പെട്ടത്. 2021 കണക്കിലേക്ക് പോയാൽ 78.42 എന്ന ശതമാന കണക്കിലേക്ക് നമ്മൾ എത്തുന്നു. വ്യത്യാസം എന്ന് പറയുന്നത് 2.9%. അപ്പോൾ ആ രീതിയിൽ 2% വർധനവ് കോഴിക്കോട് ഉണ്ടാകുന്നു. ആ വർധനവ് ആരെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള കണക്കുകൂട്ടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മണ്ഡലത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബേപ്പൂരായാലും കോഴിക്കോട് സൗത്തിലായാലും കോഴിക്കോട് നോർത്തിലായാലും വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുറ്റ്യാടി, നാദാപുരം അടക്കമുള്ള ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ ഇടിവും കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നത്. ഏതായാലും ടോട്ടൽ പരിശോധിച്ചു കഴിഞ്ഞാൽ, മൊത്തം പോളിംഗ് ശതമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മികച്ച പോളിംഗ് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 80-ന് കടക്കുന്ന ഒരു കണക്കാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നത്. നമ്മൾ നേരെ പോകുന്നത് അടുത്ത ജില്ലയായ മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തും വലിയ രീതിയിലുള്ള വർധനവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. 3.89% മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് നിലയിൽ 79.68% 2026 കണക്ക്. 2021 കണക്കിലേക്ക് നമ്മൾ പോയാൽ 75.79 എന്നുള്ളതാണ്. UDFന് വലിയ പ്രതീക്ഷ നൽകുന്ന ജില്ല കൂടെയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ മുന്നണികളും അവിടെ നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രവചനാതീതമാണ് ഇപ്പോഴും കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ജിൽസി, നമ്മൾ നേരെ പോകുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാടും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു തുടക്കം, ഡീലാരോപണം ഉണ്ടാവുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഏറ്റവും അവസാനം നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വോട്ടിന് നോട്ട് എന്ന ആരോപണവും വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ആ പാലക്കാട് ജില്ലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. 80% അടുത്തുന്ന കണക്ക്. 4% അടുക്കും വ്യത്യാസവുമുണ്ട്. പത്തനംതിട്ടയിലും ഒരു വലിയ വ്യത്യാസം രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് ഇന്നലെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയത്. 70% പത്തനംതിട്ട ജില്ലയിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം നിർണ്ണയിക്കും ആരാണ് ഭരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ 5%-ലധികം ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താൻ തിരുവനന്തപുരം ജില്ലയ്ക്ക് കഴിഞ്ഞു. നഗരമണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ആണ് പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചുള്ള കണക്കുകൾ. 77% അവിടെ പോൾ ചെയ്യപ്പെട്ടത്. 71% 2021 കണക്കുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണക്കിലെ ഒരു താരതമ്യം എന്ന് പറയുന്നത്. 3 ജില്ലകളിൽ മാത്രമേ കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 2021 കണക്കിൽ നിന്ന് വ്യത്യസ്തമായി 2026 എത്തുമ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനോട് വലിയ രീതിയിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് വോട്ടിംഗിൽ പങ്കെടുത്തു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജിൽസി.